ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പൈസയാണ്. ബഡ്ജറ്റിൽ 100 രൂപ പോലും വയ്ക്കാത്ത പൈസയാണ് ബാലവാല കൊടുത്തത്. അപ്പോൾ ബാലവാല പറഞ്ഞു നമുക്കൊരു ബസ് സ്റ്റാൻഡ് പണിയണം, വളരെ മോശമാണ്, നമുക്കത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കി പണിയെന്നൊക്കെ ഉണ്ട്, അതൊന്നും നൽകി സ്ഥിരമായൊരു ബസ് സ്റ്റാൻഡ് വേണം, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ബാലവാല പറഞ്ഞു ഞാനൊരു 10-12 കോടി രൂപ തരാം. അങ്ങനെയാണ് ഞാൻ വിനോദിന് പറഞ്ഞു ബാലവാലിനെ ഒന്ന് കണ്ടോ, സംഗതി ചിലപ്പോൾ വെക്കും. കാരണം ബാലഗോപാലിന് ഇവിടെ ഒരു കെട്ടിടം പണിയൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാൽ വിനോദിന് പറഞ്ഞു വിനോദ ധനകാര്യമന്ത്രി ഒന്ന് കണ്ടേരെ, പൈസ തരാൻ എന്നോട് സൂചനയുണ്ട്, ചോദിച്ചങ്ങ് പിടിച്ച ഒരൊറ്റ പിടിയങ്ങ് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബാലവാല ഒന്നും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ബാലവാല 12 കോടി പറഞ്ഞു. പിന്നെ വരച്ചു വന്നപ്പോൾ ഈ 1-ാം ഘട്ടം തീർക്കാൻ 13 കോടി വേണമെന്ന് പറഞ്ഞു. അത് ബാലവാല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ നിവൃത്തിയുള്ളൂ, കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതെയാണ് വിനോദിന് ബാലഗോപാൽ 13 കോടി രൂപ കൊടുത്തത്. വയറ്റിലെ സ്ഥലം എടുക്കും, ഇത് ഭയങ്കര വിലയുള്ള സ്ഥലമല്ലേ, ഇത് കൊടുക്കില്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിച്ചു. അപ്പോൾ MLA ആകെ അസ്വസ്ഥനായി, വിഷമത്തിൽ ഇത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം എന്താ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതങ്ങ് പോവുകയും ചെയ്തേനെ, ഇവിടെ ബസ് സ്റ്റാൻഡ് വരികയില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി അങ്ങ് അവസാനിച്ചു, പൈസയൊന്നും കിട്ടിയില്ല, ബസ് സ്റ്റാൻഡ് ഇല്ലാതെ. ഇപ്പോൾ ഇത് കയ്യിലിരുന്നത് കൊണ്ടാണ് ശ്രീ ബാലഗോപാൽ വന്നപ്പോൾ നമുക്ക് 13 കോടി രൂപ വാങ്ങിക്കാൻ പറ്റിയത്. ബാലഗോപാൽ എൻ്റെ അടുത്ത് 3 ബസ് സ്റ്റേഷനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ പേഴ്സണലി നാട്ടുകാരാണ്, ഒരുമിച്ച് അടുത്തടുത്ത മണ്ഡലക്കാരാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പേഴ്സണലായിട്ട് ഒരു ദിവസം പറഞ്ഞു നമുക്ക് കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ മണ്ഡലം, പിന്നെ കൊല്ലം, എറണാകുളം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വിനോദിൻ്റെ ഒരു ഭാഗ്യമുണ്ട്, ഇത് ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പൈസയാണ്. ബഡ്ജറ്റിൽ 100 രൂപ പോലും വയ്ക്കാത്ത പൈസയാണ് ബാലവാല കൊടുത്തത്. അപ്പോൾ ബാലവാല പറഞ്ഞു നമുക്കൊരു ബസ് സ്റ്റാൻഡ് പണിയണം, വളരെ മോശമാണ്, നമുക്കത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കി പണിയെന്നൊക്കെ ഉണ്ട്, അതൊന്നും നൽകി സ്ഥിരമായൊരു ബസ് സ്റ്റാൻഡ് വേണം, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ബാലവാല പറഞ്ഞു ഞാനൊരു 10-12 കോടി രൂപ തരാം. അങ്ങനെയാണ് ഞാൻ വിനോദിന് പറഞ്ഞു ബാലഗോപാലിനെ ഒന്ന് കണ്ടോ, സംഗതി ചിലപ്പോൾ വെക്കും. കാരണം ബാലഗോപാലിന് ഇവിടെ ഒരു കെട്ടിടം പണിയൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാൽ വിനോദിന് പറഞ്ഞു വിനോദ ധനകാര്യമന്ത്രി ഒന്ന് കണ്ടേരെ, പൈസ തരാൻ എന്നോട് സൂചനയുണ്ട്, ചോദിച്ചങ്ങ് പിടിച്ച ഒരൊറ്റ പിടിയങ്ങ് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബാലവാല ഒന്നും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ബാലവാല 12 കോടി പറഞ്ഞു. പിന്നെ വരച്ചു വന്നപ്പോൾ ഈ 1-ാം ഘട്ടം തീർക്കാൻ 13 കോടി വേണമെന്ന് പറഞ്ഞു. അത് ബാലവാല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ നിവൃത്തിയുള്ളൂ, കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതെയാണ് വിനോദിന് ബാലഗോപാൽ 13 കോടി രൂപ കൊടുത്തത്. കാരണം 100 രൂപയെങ്കിലും ടോക്കൺ പ്രൊവിഷൻ വയ്ക്കണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം എല്ലാം പണി KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ പണിയുന്ന കാലഘട്ടം ഇതാണ്. ഞാൻ മന്ത്രിയായി വന്ന ഈ 2 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡ്. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് കുഴൽനാടൻ എന്നും കരഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ തീരൂല, അത് പണി പൂർത്തിയാക്കി. ബുധനാഴ്ച അത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പണി തീരാതെ കിടന്ന പണി പറഞ്ഞ സമയത്ത് ഞാൻ കുഴൽനാടൻ പറഞ്ഞു 20-ാം തീയതി ഇന്ന മാസം 20-ാം തീയതിക്ക് ടെൻഡർ വിളിച്ചിരിക്കും. എനിക്ക് പറഞ്ഞ MLA ഫണ്ട് ഞാൻ കുറച്ചുകൂടെ ഫണ്ട് തരുമെന്ന് പറഞ്ഞു. കറക്റ്റ് 20-ാം തീയതി 19-ാം തീയതി ടെൻഡർ വിളിച്ചു കൊടുത്തു. PWD ആണ് എല്ലാ വർക്കും ചെയ്യുന്നത്. ഞാനും റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് KSRTCയുടെ മുഴുവൻ വർക്കുകളും PWD കൈമാറി. കാരണം വെച്ചാൽ MLA-മാർക്ക് PWD വർക്കുകൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. KSRTC ഇത് പണിയാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിനെ ഏൽപ്പിക്കുക, കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുക, നടക്കത്തേയില്ല. ചെങ്ങന്നൂരൊക്കെ കേരയിൽ കോർപ്പറേഷൻ വെച്ച് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് PWD ഏൽപ്പിച്ചു. അവരെല്ലാം ചെങ്ങന്നൂർ ബസ് സ്റ്റേഷൻ കല്ലിട്ടു, കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കല്ലിട്ടു, പിന്നെ കായംകുളം ബസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. കായംകുളം ബസ് സ്റ്റേഷൻ ടെൻഡർ കല്ലിട്ടു, ടെൻഡർ വിളിച്ച് കോൺട്രാക്ടർ എടുത്ത് എഗ്രിമെൻറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ പണി ഉടനെ തുടങ്ങും. കായംകുളം ബസ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു പെട്ടി പോലെ ഇരിക്കുന്ന ബസ് സ്റ്റേഷനൊന്നുമല്ല, നല്ല ഒരു കപ്പൽ ഇങ്ങനെ കരയിൽ കയറി കിടക്കുന്നിരിക്കും. ഹൈവേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പൽ കിടക്കുന്നിരിക്കും. ഇവിടെ പണിയുന്ന ബസ് സ്റ്റാൻഡും ഏറ്റവും ആധുനികമായ ഡിസൈനിലാണ്. പഴയ ബസ് സ്റ്റാൻഡ് ഡിസൈൻ എല്ലാം മാറി. ഇന്ന് തൃശ്ശൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കല്ലിടയാണ്. പിന്നെ പുതിയ ബസ് സ്റ്റാൻഡുകൾ ആലുവയിൽ തുറന്നു. ആലുവയിൽ തുറന്നതിന് ഇന്നും നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല. കാരണം അവിടെ STP വെച്ചില്ല, നമ്പർ ഇട്ട്. പത്തനംതിട്ട എത്രയോ വർഷമായി, 8 കൊല്ലം 10 കൊല്ലമായി പണിഞ്ഞിട്ട് നമ്പർ ഇടാത്തതുകൊണ്ട് കട വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചോദിക്കാൻ നാഥനും നമ്പോക്കും ഇല്ലാതെ കിടന്ന് നശിച്ച് ഇതെല്ലാം പോവുകയാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുത്താൽ തന്നെ മാസം ഒരു 50 ലക്ഷം രൂപ വാടക. അത്രയ്ക്കധികം കടയുണ്ട് അതിനകത്ത്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കാരണം അതിന് നമ്പർ ഇട്ടിട്ടില്ല. പാലക്കാട് നമ്പർ ഇടാതെ തന്നെ കുറേ ആളുകളെ കയറ്റിങ്ങിരുത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് വരുന്നില്ല. കുറേ ആളുകൾ വഴി കയറി അങ്ങ് പാത്രം വെച്ച് അലുമിനിയം ഷെഡ് ഒരു കടയെ അടിച്ചു വെച്ച് ഫ്രണ്ടിലിരിക്കുക. നിസ്സാര വാടക, അതോട്ട് തരുന്നുമില്ല. എന്നിട്ട് എവന്മാർ സിവിൽ കോടതിയിൽ പോയി കേസ് പറഞ്ഞു. മുമ്പിരുന്ന ഒരു മന്ത്രിയുടെ പാർട്ടിക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഏതായാലും കൊള്ളാം, അവിടെ കയറി ഇരുന്നു. അമ്മമാർ ഇറങ്ങുന്നുമില്ല, മുനിസിപ്പാലിറ്റി നമ്പർ വിടുന്നില്ല. ഇപ്പം കേസ് ഹൈക്കോടതി വരെ എത്തി. ഇവരെല്ലാം സർവ്വ സിവിൽ കോടതിയിലും സിവിൽ കേസ് കൊടുത്തിരിക്കുക. അവിടെ എല്ലാം കൊടുത്തേക്കാം. പാലക്കാട് വടക്കൻ സർവ്വ സ്ഥലത്ത് കൊണ്ടുപോകും. കോടതി ഉള്ളിടത്തെല്ലാം കേസ് കൊടുത്തേക്കാം. അവന്മാർ കുത്തകക്കാർ ഇതിനകത്ത് കയറി പറ്റും. ഈ കടകൾ എടുക്കാൻ വേണ്ടി ഒരു കുത്തക ടീമുണ്ട്. അവർ ക്യാൻറ്റീൻ അങ്ങനെയായിരുന്നു, ക്യാൻറ്റീൻ അവസാനിപ്പിച്ചു. കാരണം ക്യാൻറ്റീൻ ടെൻഡർ വിളിച്ചാൽ നല്ല രീതിയിൽ നടത്താൻ വരാൻ തയ്യാറല്ല, ഉഴപ്പിയെ നടത്തണം. അതുകൊണ്ടാണ് ഞാൻ ക്യാൻറ്റീൻ വേണ്ട, പകരം റോഡിൽ ആൾക്കാർ നല്ല ഹോട്ടലുകളിൽ നിർത്തി കഴിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഈ കോവിഡിന് ശേഷം ധാരാളം നല്ല റെസ്റ്റോറൻറ്റുകൾ റോഡ് സൈഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊരു വരുമാനമാവട്ടെ.
പല ചെറുപ്പക്കാരും തുടങ്ങിയ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു മാർഗത്തിൻ്റെ ഒരു ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് അത് ചെയ്തത്. ഇത് പുതിയ മന്ദിരം വളരെ മനോഹരമായിരിക്കും. അവിടെ ആദ്യഘട്ടത്തിൽ ബസ് വരുന്നതിനും പോകുന്നതിനും സൗകര്യം ഉണ്ടാവും, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം വരെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഈ കെട്ടിടത്തിൽ തുടരും തൽക്കാലം. അതിൻ്റെ രണ്ടാം ഘട്ടം ഒരു 10 കോടി രൂപ വരേണ്ടതുണ്ട്. രണ്ടാം ഘട്ടം അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, സൈഡിലാണ്. അത് സൈഡിൽ വരുമ്പോൾ അതും ഒരു ഗ്യാരേജും അതിനകത്ത് വരും. രണ്ടാം ഘട്ടത്തിൽ ഗ്യാരേജും വരും. അത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഇത് പൂർണ്ണമാകും. ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പിന്മാറാനുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു കാര്യം, ഇവിടെ കയറുമ്പോൾ 4 KSRTC ബസ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ, 4 ബേ. ബാക്കിയെല്ലാം പ്രൈവറ്റ് ബസ്സിന് കൊടുക്കണമെന്നാണ്. ഒരൊറ്റ പ്രൈവറ്റ് ബസ് കലൂർ വന്നു പോകും, ഇതിനകത്ത് വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. വരില്ല. അവരെ സൈക്കോളജി എനിക്കറിയാം. അവർ വരില്ല, അവർ കലൂർ വന്നിട്ട് അങ്ങ് പോകും. ഇതിനകത്ത് ആരും കയറത്തില്ല. ഇത് നശിച്ചു പോകാൻ ഇപ്പോൾ ഇത് KSRTCയുടെ മാത്രമായി ചെയ്യുന്നതുകൊണ്ട് ഇത് KSRTC നല്ല നിലയിൽ നടത്തും, നല്ലൊരു സംവിധാനമായി മാറും എന്നുറപ്പാണ്. ഇതിനുവേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ച് നമ്മുടെ MLA ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുകയാണ്. ഹൈബീഡൻ 2 കോടി രൂപ നേരത്തെ കൊടുത്തിരുന്നു. അത് KSRTCയിൽ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടായിരുന്നു, അവരാണ് നശിപ്പിച്ചത്. അതിനെ നാശമാക്കി, അത് പൊളിച്ചു കളയേണ്ടി വന്നു. അത് വിജിലൻസ് കേസായിട്ട് കിടക്കുകയാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് അത് പൊളിച്ചു കളഞ്ഞത്. അതിൽ വന്ന ഉദ്യോഗസ്ഥരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പോൾ KSRTCക്ക് ഒരു സിവിൽ വിങ് എന്നൊരു സംഭവം ഒഴിവാക്കിയാണ് ഞങ്ങൾ. അത് വേണ്ട എന്നുള്ളതാണ്. PWD ചെയ്യട്ടെ എന്നുള്ളതാണ്. പരിചയസമ്പന്നരായ PWD എഞ്ചിനീയർമാർ ചെയ്യും. ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം PWD ആണ്. നമ്മൾ നല്ല നിലയിൽ കെട്ടിടം നിർമ്മാണം തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തീരും. ഇതിൽ നല്ലൊരു ഭാഗം സ്റ്റീലിൻ്റെ വർക്കാണ്. അത് വേറെ സ്ഥലത്ത് നിന്ന് കാസ്റ്റ് ചെയ്താണ് വരുന്നത്, വന്ന് പിടിപ്പിക്കലാണ്. ബേസിക് വർക്ക് മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റീലിൽ ചെയ്തു വരികയാണ് വെളിയിൽ നിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീരുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വേഗത്തിൽ പണി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുക്കി പണിത ബസ് സ്റ്റേഷൻ നാശമാക്കാതെ എല്ലാവരും സൂക്ഷിക്കണം, ജീവനക്കാരത് ചെയ്യണം. അതുപോലെ ഇന്നിവിടെ വന്നപ്പോൾ KSRTC ഈ വർക്ക്ഷോപ്പിന് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, റൂഫ് ലീക്ക് ഉണ്ടായിരുന്നു. അത് KSRTC തന്നെ പൈസ കൊടുത്ത് അത് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളുടെ അന്തരീക്ഷമൊക്കെ മാറും, കുറച്ചുകൂടി നല്ല മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ വരും. അതുപോലെ KSRTCയുടെ മേയറുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ മേയർ പറഞ്ഞത് സിറ്റിയുടെ പല ഭാഗത്തേക്കും KSRTC ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗോശ്രീ പാലം വഴി അകത്തേക്ക് കയറുന്ന വണ്ടികൾ പലതും നല്ല നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. ഗോശ്രീ പാലം വഴി കയറുന്നൊരു പരാതി, കുറച്ചുകൂടി ഗോശ്രീ പാലത്തിൽ കൂടി വണ്ടികൾ കയറ്റിക്കൊണ്ട് ഇനി പോകാത്ത സ്ഥലങ്ങൾ, ഇപ്പം ഈ പച്ചാളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് അങ്ങനെ ഹൈവേയുടെ റോഡുണ്ടല്ലോ, ചെറിയ ബസ് വരുന്നുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്ന മുറയ്ക്ക് ചെറിയ ബസ് തരാം. സിറ്റിക്കകത്ത് ഓടത്തെ ഗതി ചെറിയ ബസ് CMD തരും, ATOയ്ക്ക് കേട്ടോ. ചെറിയ ബസ് വരാനാണ്. കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ, പുതിയ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിച്ചതായി ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു. MD നാളെ തന്നെ പറഞ്ഞിട്ട് ഒരു ഉത്തരവാക്കി കൊടുക്കണം. പിന്നെ ഗോശ്രീ പാലം വഴി കൂടുതൽ വണ്ടികൾ പ്രവേശിക്കും. കാരണം അത് കാക്കനാട് ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങൾ കൂടി ATO കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് റിപ്പോർട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന മുറയ്ക്ക് ആ വണ്ടികൾ അനുവദിക്കും. ആവശ്യമുള്ളത്ര ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ആവശ്യമുള്ള വാഹനങ്ങളും കൊടുക്കും. KSRTC ഒരു ബുദ്ധിമുട്ടുമില്ല. KSRTC രക്ഷപ്പെടും. നിങ്ങളെ ജീവനക്കാരോട് ഞാൻ പറയുന്നു, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കടം എവിടെന്നെങ്കിലും സർക്കാരിൽ നിന്ന് പൈസ ഒപ്പിച്ച് നിങ്ങൾക്ക് DA തരുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സർക്കാരിൽ നിന്ന് തരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലഗോപാലിനോട് സംസാരിച്ചിട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം മതി. അതൊക്കെ പറഞ്ഞതാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നിട്ട് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ശമ്പളം 1-ാം തീയതി തന്നവനാണ്, ഒരുമിച്ച് തന്നവനാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതുകൂടി ആയാലും എനിക്കൊരു സന്തോഷം. നിങ്ങളെ DA ഒന്നും പിടിച്ചു വെക്കുന്നതാണെന്ന് എനിക്ക് താല്പര്യമുള്ള ആളല്ല. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്കറിയാം, ആ നിമിഷം ഞാൻ തരും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബാലഗോപാലുമായിട്ടൊന്ന് സംസാരിക്കാം, ധനകാര്യമന്ത്രിയുമായിട്ടൊന്ന് സംസാരിക്കാം. കാരണം എന്താ, ഈ വർഷാവസാനമായതുകൊണ്ട് ഖജനാവിൽ ലിക്വിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, പൈസ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. വർഷാവസാനം വരും, എല്ലാ പേയ്മെൻറ്റും ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഞങ്ങൾ വേറൊരു പ്രപ്പോസൽ 1000 കോടി രൂപ ഉടനെ കിട്ടാനുള്ള പ്രപ്പോസൽ ഞാൻ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മന്ത്രിസഭാ യോഗം പാസ്സായാൽ ഒരു മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് 1000 കോടി രൂപ ഖജനാവിലേക്ക് വരാനുള്ളൊരു പരിപാടിയുണ്ട്. അത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ശരിയല്ല, അത് പറയുന്നില്ല. അത് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വലിയൊരു ആനുകൂല്യം ജനങ്ങൾക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നടപ്പിൽ വന്നാൽ ഈ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതുകൂടിയൊക്കെ ഒന്ന് അനുവദിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ ഇടപെടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് സംസാരിച്ചതിന് ശേഷം എന്നോട് പറയും.
അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം എൻ്റെ റിക്വസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളുക നടക്കാനായിട്ട്. ഈ തരാൻ പോകുന്നവരെ മനസ്സൊരു മനസ്സാണ്. ആ മനസ്സൊന്ന് അലിയാൻ വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കൊണ്ട് കാര്യമില്ല. തരേണ്ടവർ മനസ്സലിയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ജീവനക്കാരൊന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഈ പുതുക്കി പണിത ഈ മന്ദിരത്തിൻ്റെയും അതുപോലെ പുതുതായി നിർമ്മിക്കുന്ന മന്ദിരത്തിൻ്റെയും ശിലാസ്ഥാപനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.